ഇത് എല്ലാരെ കുറിച്ചിട്ടുമല്ല പറയുന്നത്. ചില ഫുണ്ടകൾ, പ്രത്യേകിച്ചിട്ട് ചില അമ്മാവൻ ഫുണ്ടകൾ, 40 മേലെയുള്ള അമ്മാവന്മാർ ഫുണ്ടകൾ. ചെറിയ പിള്ളേർക്ക് പിന്നെ അവർ പറഞ്ഞാലും വിവരമില്ലായിട്ടാന്ന് പറയാം. പ്രത്യേകിച്ച് ഇത് കാണുന്നത് ഫേസ്ബുക്കിലും കൂടിയാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇല്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ച് വിവരമുണ്ട്. ഈ അമ്മാവ ഫുണ്ടകൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ IM വിജയൻ, കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമായ, ഓക്കെ, ഫുട്ബോളിലെ എക്കാലത്തെയും നല്ലൊരു കളിക്കാരൻ എന്ന പേര് നിലനിൽക്കുന്ന IM വിജയൻ, ഓക്കെ, വിജയൻ സാറിൻ്റെ മോൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഓൺലൈൻ മീഡിയാസിൽ വന്നിരുന്നു. അത് പിന്നെ ഇതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ടും ഫേസ്ബുക്കിലൊക്കെ വന്നിരുന്നു. ഇതിൻ്റെ താഴെ വന്നിട്ട് കുറേ കൈവേരുടെ മക്കൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണലായിട്ടുള്ള ഒരു ചടങ്ങാണത്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ആരെയും അവിടെ കൂടിയ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. അയാൾ സ്റ്റേജിൽ ഷൂട്ടിട്ട ഇനിയല്ല ഫുട്ബോളും കൊണ്ടാ എന്തെങ്കിലും കാണിച്ചോട്ടെ, അത് അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ. അതിൽ കയറിയിട്ട് അതും എത്ര വൃത്തികെട്ട കമൻറ്റുകളാണെന്നറിയുമോ? പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, എന്തൊക്കെയാ പറയുന്നത്. അയാളുടെ ജാതിയെ പറഞ്ഞിട്ടും മറ്റേനെ പറഞ്ഞിട്ടും പിന്നെ അങ്ങ് അവഹേളിക്കുകയാണ്, കയറി അങ്ങ് അവഹേളിക്കുകയാണ്. എന്തിൻ്റെ കാര്യത്തിന്? അയാളുടെ ഒരു പേഴ്സണൽ ചടങ്ങാണത്. അയാളുടെ മോൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കാര്യമാണ്. അതിൽ അയാൾ പിന്നെ ഷൂട്ടിട്ട ഷട്ടിയിട്ടിട്ട എങ്ങനെയെങ്കിലും അവർ നടത്തിക്കോട്ടെ. അത് പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ എന്തെങ്കിലും ഉപദ്രവം അവർ ചെയ്യുന്നുണ്ടോ? അവർ മാന്യമായ രീതിയിൽ അവരെ ചടങ്ങുകളും കാര്യങ്ങളും നടത്തുന്നു. അപ്പോൾ കുറേ ആൾക്കാർക്ക് മറ്റേ കയപ്പ്, പിന്നെ വിളക്കിൻ്റെ മുന്നിൽ ഷൂട്ടിട്ട് കയറിയെന്നോ, എടോ ഇതെല്ലാം വിളക്കും കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതിലും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ, സ്വർണങ്ങളടക്കം കട്ടുമുടിച്ചു കൊണ്ടുപോകുന്നു. അതിനൊന്നിനെതിരെ പ്രതികരിക്കാനോ ചോദിക്കാനോ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യാനോ ആർക്കും പറ്റില്ല. കാരണം എന്താ? അന്നേരം മറ്റേ ED വരും, പിടിക്കാൻ വരും, അല്ലെങ്കിൽ പേടിയാണ്, അന്നേരം പെടുക്കവർക്കും. ഈ പാവപ്പെട്ട IM വിജയൻ സാറിനെ ആവും മറ്റേ ആകുമ്പോൾ അങ്ങ് മറ്റേ ഇത് നടത്താം, ഇത് തേജോവധം അങ്ങ് ചെയ്തിട്ട് അങ്ങ് ഇല്ലാണ്ടായിക്കളയാം. ഏത് കാലത്താണ് ഇവന്മാരൊക്കെ ജീവിക്കുന്നത്? വളരെ വളരെ വൃത്തികെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് അയാൾ മുണ്ടെടുത്തതിനെയും അയാൾ മുണ്ട് മാടിക്കെട്ടിയതിനെയും അയാൾ ഷൂ ഇട്ടതിനും എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ അഭിപ്രായം പറയുന്നത്? ഇപ്പൊ നോക്കാം, ഇപ്പൊ എന്നോടൊക്കെ പല ആൾക്കാരും ചോദിക്കലുണ്ട്, നിങ്ങൾ എന്തിനാണ് പിന്നെ എല്ലാത്തിനുമെതിരെയും ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്? അത് അഭിപ്രായമാണ്, അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവാണ്. ഒരു വിഷയത്തെ, ഒരു സാമൂഹിക പിന്നെ ആനുകാലികമായ ഇന്നത്തെ സമൂഹത്തിനെ ബാധിക്കുന്ന, നമ്മളെ ഡെവലപ്പിംഗ് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന അതൊന്നല്ല സംഭവം, അത് വേറെ വിഷയം. ഇത് ദിനംപ്രതി പുരോഗതിയിലേക്ക് നയിക്കപ്പെടുന്ന എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ, ഓക്കെ, ചില തെറ്റുകൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു. അതിനൊരു കാരണമുണ്ട്, മനസ്സിലായില്ലേ? അത് സമൂഹത്തെ ബാധിക്കുന്നതാണ്. ഈ IM വിജയന്റെ മോന്റെ കല്യാണം നിങ്ങളുടെയൊക്കെ വീട്ടിൽ കയറിയിട്ടാണോ അയാൾ കല്യാണം നടത്തിയത്? അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് കല്യാണത്തിന് വിളിക്കായിട്ടുള്ള കയറുവാണോ? എന്തിനാണ്? അദ്ദേഹത്തെ ജാതീയപരമായിട്ടും അദ്ദേഹത്തിന്റെ നിറത്തെയും അദ്ദേഹത്തിന്റെ വണ്ണത്തെയും അദ്ദേഹത്തിന്റെ മകന്റെ വണ്ണത്തെയും കളറിനെയും മകന്റെ ഭാര്യയുടെ കളർ എന്തിനൊക്കെ പറ്റിയിട്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത്? ഈ തരത്തിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് കാണുന്നത്, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ മറ്റിടത്താണ് ഇത് കാണുന്നത്. ഫേസ്ബുക്കിലാണ് ഇതിന്റെ മെയിൻ പരിപാടികൾ. ഈ അമ്മാവന്മാരൊക്കെ സീരിയലുകളും വീട്ടിൽ തന്നെ പണി ഉണ്ടാവില്ല, അധികം പണി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അസ്തുക്കളായിരിക്കും. ഇവന്മാർ ഇങ്ങനെ കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. മറ്റുള്ളവന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, മറ്റുള്ളവൻ എന്തൊക്കെയാ തെറ്റ് കാണിക്കുന്നത്, അതിനൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നിട്ട് തെറി വിളിക്കുമ്പോൾ ഒരു നിർവൃതി കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ പോലെ രാത്രിയാകുമ്പോൾ 2 അടിച്ചിട്ട് ഞാൻ കിടക്കും, അതാണ് ഒരു സമാധാനം എന്ന് പറഞ്ഞ പോലെ. ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും, വേറെ വിഷയം. അതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ നിങ്ങൾ എന്തുവേണം നിങ്ങൾക്ക് മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിൽ, മറ്റുള്ളവന്റെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ?
എല്ലാത്തിനും ഒരു വരയുണ്ട്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ IM വിജയൻ സാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം പോലീസിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോന്നിന്റെയും ഓരോരാളുടെയും ID നോക്കി പിടിച്ചിട്ട് കേസ് എടുക്കുക ചെയ്യേണ്ടത്. എല്ലാത്തിന്റെ പേരിലും സൈബർ ആക്രമണം എന്ന് പറഞ്ഞിട്ട് കേസ് എടുത്തിട്ട് ഉള്ളിലിടുക ചെയ്യേണ്ടത്. ഇതെന്താ വിഷയം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് വിശദീകരിച്ച് പറഞ്ഞുതരാം. അതില് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ആ ചടങ്ങ് വന്നിട്ട് ഇതാണ് ആ ചടങ്ങിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഇതാണ് സ്റ്റേജ് വരെ എല്ലാവരും നിന്നിട്ടുണ്ട്. വിനായകനുണ്ട്, ഒരു ഭാഗത്ത് IM വിജയൻ സാറുണ്ട്. അപ്പോൾ ഈ ചടങ്ങിന്റെ ഇടക്ക് അവിടെ നിലവിളക്ക് സ്റ്റേജിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഈ IM വിജയൻ സാറ് കാലിൽ ഷൂസാണ് ഉണ്ടായിരുന്നത്. ഒരു പുതിയ വെള്ള ഷൂസാണ്, അതങ്ങനെ അയക്കൊന്നുമില്ല, അത് കാലിലുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുണ്ടൊന്നും, അത് അവരുടെ സൗകര്യമല്ലേ, മുണ്ട് മാടിക്കെട്ടുന്നതിനടുത്ത് അയാൾ വിളക്കിനെ നിന്ദിച്ചെന്നോ അല്ലെങ്കിൽ ഷൂട്ടതിൻ്റെ അടുത്ത് അയാൾക്ക് വിളക്കിനെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര തരത്തിൽ പിന്നെ വിളക്കും ഇതൊന്നും ഇല്ലാണ്ടൊരു കല്യാണം നടക്കുന്നില്ലേ? എത്ര കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പിന്നെ ഹിന്ദുക്കളുടെ തന്നെ. എത്ര കല്യാണത്തിന് വിളക്കേ ഉപയോഗിക്കാണ്ട് അപ്പുറൊരു മാല ഇപ്പുറൊരു മാല ഇട്ട് നടന്ന ആൾക്കാരുണ്ട്, വിശ്വാസം ഇല്ലാത്ത ആൾക്കാരില്ലേ. അപ്പോൾ അങ്ങനെയൊന്നല്ല, ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ സ്പേസ് ആണ്. അവിടെ കയറി അവിടെ പലതും നടക്കും, അവർക്ക് താല്പര്യമുള്ള പല രീതിയിലും കാര്യങ്ങൾ നടക്കും. അതൊന്നും ഒരിക്കലും നാട്ടുകാർക്ക് അതിൽ കയറി മേയാനുള്ള അവകാശമൊന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ പിന്നെ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഈ ചെക്കൻ എങ്ങനെയാണ് ഇത്ര സുന്ദരിയായ ഭാര്യയെ കിട്ടുന്നത്? ഇതൊക്കെയാണ് ഒരാളുടെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ലതോ ചീത്തയോ പറയാം, ഓക്കെ, ഇത് കൊള്ളില്ല എന്നൊന്ന് പറയാം. പക്ഷെ വളരെ വൃത്തിയായിട്ട് രീതിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഇതിലേക്ക് കമന്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ ചിലത് മാത്രം ഇവിടെ വെക്കാം. അതായത് ഈ ഇവന്റെ മോന്റെ കല്യാണത്തിന്റെ ജസ്റ്റ് ഒരു ഫോട്ടോന്റെ താഴെയുള്ള മെയിൻ കമന്റ് ഉള്ളത് കോളനി, മനസ്സിലായില്ലേ? കോളനി എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, കോളനി സംസ്കാരം മാറത്തില്ല, സ്വഭാവം കൊണ്ട് പിന്നെ സംസ്കാരം ഉണ്ടാകില്ല. അങ്ങനെ എന്തൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും. ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള ചില ആൾക്കാർ പ്രത്യേകമായിട്ട് നേരെ ആകാശത്തുനിന്ന് ദേവലോകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ സംസ്കാരവും ആൾക്കാർക്ക് മര്യാദയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവർ മാത്രം അങ്ങനെ ജീവിക്കുന്നു. ബാക്കി നിറം കുറഞ്ഞ ആൾക്കാരൊക്കെ സംസ്കാരമില്ലാതെ അവർ പൈസയുടെ മാനദണ്ഡം നോക്കിയിട്ട് മാത്രം ജീവിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ. എന്താവശ്യത്തിനാണ്, എന്തിനാണ് ഈ ചെയ്യുന്നത്? ഈ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ ഈ പേഴ്സണൽ ഷെയ്മിങ്, ഈ പറഞ്ഞ പോലെ പിന്നെ കാസ്റ്റ് ഷെയ്മിങ്, ബോഡി ഷെയ്മിങ്, കളർ ഷെയ്മിങ്, ഇതൊക്കെ നടത്തിയിട്ട് എന്താണ് ഈ പറഞ്ഞ സോ കോൾഡ് ആൾക്കാർക്ക് കിട്ടുന്നത്? ഇതിൽ നിന്ന് എന്താണ് അവർ ഗെയിൻ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിലേറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IM വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഒരു കാലത്ത് എത്രയോ ആൾക്കാരെ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത, കാലുകൊണ്ട് പന്തെടുത്ത് അമ്മാനമാടിയ സോ കോൾഡ് ഇത്രയും ആരാധകരുണ്ടായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിരുന്ന, ഒരു കാലത്ത് ഏറ്റവും പ്രമുഖനായിരുന്ന ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഈ IM വിജയൻ. ഇങ്ങനെയുള്ള ഒരാൾക്ക് പോലും സോഷ്യലി അക്സെപ്റ്റൻസ് പോട്ടെ, അയാൾക്ക് അംഗീകാരമോ നിങ്ങളെ വക അവാർഡോ അല്ലെങ്കിൽ അയാൾക്ക് മാല ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട, അത് വിട്ടേക്ക്, ഓക്കെ. ഇത്രയും മോശമായ രീതിയിൽ നിഷിദ്ധമായി വിമർശിക്കപ്പെടാൻ അല്ലെങ്കിൽ വെറുക്കപ്പെടേണ്ടവനാണിവൻ എന്നുള്ള രീതി. ഇപ്പം അതിൽ വിനായകനെ പറ്റിയും കമന്റ് വരുന്നുണ്ടാ, ചക്കിക്കൊത്ത ചങ്കരൻ അല്ലെങ്കിൽ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും കുറേ കമന്റുകളുണ്ട്. അതായത് വിനായകൻ നിങ്ങളെന്ത് ചെയ്തു? വിനായകന് ശരിയാണ്, വിനായകന് ചില ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാവരെയും അങ്ങ് കൈയടിക്കടാ, പിന്നെ
ബാബു ചേട്ടൻ സൂപ്പറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരെയും അങ്ങ് പൊക്കി വെക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ ശരിയാണ്, തെറ്റ് പറ്റാത്തവരെ ആരുമില്ല. സമൂഹത്തിൻ്റെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ പലതരത്തിലായിരിക്കും പെരുമാറുക. വിനായകൻ സിനിമയിലാണ് പ്രവർത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സിനിമയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ചില അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുറന്നു പറയുന്ന രീതികളുമായി ബന്ധപ്പെട്ടും ചില സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വളരെ നിഷിദ്ധമായി എല്ലാത്തിനെയും കാടടച്ച് വിമർശിക്കുന്ന ഭാഷാ പ്രയോഗത്തിലൂടെയും വിനായകൻ ഒരു കേരള സമൂഹത്തിന് നോട്ടഡ് ആണെന്ന് പറയാം. അതിൽ തന്നെ അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അദ്ദേഹം തന്നെ പറയാറുണ്ട്, ജാതീയ അധിക്ഷേപം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ വിനായകനെയും കൂടി ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ അതും വെച്ചിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, എന്തിനടോ വിനായകന്റെ ജീവിതം ജീവിക്കുന്നതിന് അതിൽ നിങ്ങൾ തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ അത് വിനായകനായി, വിനായകന്റെ പാടായി. സമൂഹം ഇത്രമാത്രം ജഡ്ജ് ചെയ്യപ്പെടാൻ ഇവർ ചെയ്തിരിക്കുന്ന തെറ്റ്, ഇവരൊരു താഴ്ന്ന അല്ലെങ്കിൽ സോക്കോൾഡ് സമൂഹത്തിന്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടത് കൊണ്ടാണോ, അവരുടെ ജാതി നോക്കിയിട്ടാണോ അവരുടെ മാർക്ക് നിങ്ങൾ ഈ പറഞ്ഞ സോക്കോൾഡ് ഫേസ്ബുക്ക് അമ്മാവന്മാർ ഈ കമന്റ് ഇടുമ്പോൾ നിർണ്ണയിക്കുന്നത് അത് വിനായകനാണ്, അവൻ താഴ്ന്ന ജാതിയാണ്, അല്ലെങ്കിൽ അത് IM വിജയനാണ്, അവൻ അങ്ങനെയാണ്. അവരൊക്കെ അവരുടെ കഴിവ് കൊണ്ടാണ് അവർ ഇന്ന് അറിയപ്പെടുന്നത്. ഈ കമന്റ് ഇടുന്ന പോയിട്ട് തൊളിക്കുന്ന തോന്നിവാസം എഴുതി വെക്കുന്ന നീയൊക്കെ എന്ത് കോപ്പ് കൊണ്ടാണ് അറിയപ്പെടുന്നത്? ഈ കമന്റ് ഇട്ടുകൊണ്ട് തോന്നിവാസം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ നോർമൽ താഴേക്കിടയിൽ ജീവിക്കുന്ന സാധാരണക്കാരെന്ന നിലക്ക് നിങ്ങൾക്ക് അവരോട് അസൂയ ഉണ്ടാകാം, തെറ്റില്ല, പറഞ്ഞില്ലേ? അസൂയയും കുശുമ്പും കുന്നായ്മയൊന്നും ഇല്ലാത്ത ആരും മനുഷ്യരായിട്ടുണ്ടാവില്ല, തെറ്റില്ല, അതാവാം, ഓക്കെ. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനൊക്കെ ഒരു അതിർവരമ്പ് നിർണ്ണയിച്ചിട്ടുണ്ട്. നിങ്ങൾ അയാളെ പറ്റി ഒരു പരിധി വരെ നിങ്ങൾക്ക് അയാളെ ഷെയിം ചെയ്യാം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പം IM വിജയനെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, IM വിജയന്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമല്ല, IM വിജയന്റെ ചെയ്തികൾ എന്താ ചെയ്തതെന്ന് നമുക്കൊന്നും അറിയില്ല. അയാൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവിടുന്ന് കൂടി ചിന്തിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എക്കണോമി ആയിട്ടുള്ള നമ്മുടെ രാജ്യത്ത്, ഓക്കെ, ഈ പറഞ്ഞ പോലെ കഴിവുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ടല്ലേ എന്തുകൊണ്ടാണ് ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കാൻ പോകാത്തത്? ഇവിടെ എല്ലാവരും ഫുട്ബോൾ എടുത്ത് മറിച്ചടിക്കുന്ന ആൾക്കാരാണോ? അല്ല. ഇനി കഴിവുള്ളവരെ പോലും ആ ട്രാക്കിൽ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് ലോക നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സിസ്റ്റം നമുക്കില്ല. ഇല്ല, അതിന് പറ്റിയ തക്കതായ ഭരണാധികാരികൾ നമുക്കില്ലെന്ന് പറയണം. കാലങ്ങളായി മാറി വരുന്ന സർക്കാരുകൾ അവരവരുടെ ഫായ്ദയും അവരവരുടെ പാർട്ടിയും അവരുടെ കീശയും അവരുടെ കുടുംബത്തെയും അവരുടെ ഏരിയ മാത്രം വളർത്തിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് 2026 നമ്മൾ നിൽക്കുന്നത്, ഓക്കെ. ഇതുവരെ ഇന്ത്യക്ക് ഫുട്ബോൾ പോലെ ലോകത്ത് ഏറ്റവും ജനകീയ അംഗീകാരമുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു കളിയിൽ എന്തുകൊണ്ടാണ് ഒരു കളിയിലെങ്കിലും വേൾഡ് കപ്പിൽ നേടണം എന്നല്ല പറയുന്നത്, ഒരു കളിയിലെങ്കിലും എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം വിശദീകരിക്കാൻ ഈ പറഞ്ഞ കമന്റോളികളായ പൂത്തിരികൾക്ക് ഒന്നിന് പറ്റുമോ? ഇല്ല. അതെല്ലാം കുറച്ച് വലിയ പാടുള്ള പണിയാണല്ലോ. പഠിക്കണം അതിനെപ്പറ്റി. എന്തുകൊണ്ടാണ് ഇന്ത്യ എത്താത്തത്? ഇന്ത്യൻ ഭരണാധികാരികൾ ഞങ്ങളെ ചൂഷണം ചെയ്തിട്ടാണോ എത്താത്തത്? കഴിവുള്ളവർ IM വിജയനെ പോലെ പന്തുകൊണ്ട് ട്രിപ്പീസ് കളിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അവരുടെ ഇന്ത്യൻ ടീമിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് എന്നുള്ള ചർച്ച. അങ്ങനെ ആരോഗ്യകരമായ പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിക്ക് ഗുണം നൽകുന്ന രീതിയിലുള്ള ഒരു ചർച്ചക്കൊന്നും പറ്റില്ല. അതിനൊന്നും പറ്റില്ല അമ്മാവന്മാർക്ക് ഇങ്ങനെ IM വിജയന്റെ കറുത്ത ഷട്ടി കണ്ടു, IM വിജയൻ മുണ്ട് പൊക്കിയപ്പോൾ IM വിജയന്റെ ഇത് കണ്ടു, IM വിജയന്റെ മറ്റേത് കണ്ടു എന്ന് പറഞ്ഞിട്ട് തോന്നിവാസം എഴുതി വിടാൻ നല്ല കൂന്തളപ്പാണ് എല്ലാത്തിനും. ആരോഗ്യകരമായ ചർച്ചക്ക് വെല്ലുവിളിച്ചതിന് ഒരുത്തനെയും കാണൂല. ബബ്ബ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവും. ചർച്ച ചെയ്യാൻ താല്പര്യമില്ല അവർക്ക്. കാരണം അവർ സോക്കോൾഡ് സിസ്റ്റത്തിന്റെ അടിമകളായി ജീവിച്ചവർക്ക് അതൊരു ലഹരിയായി അവർക്ക്. ആ സിസ്റ്റത്തിന് മാത്രം ജയ് വിളിച്ചുകൊണ്ടും ആ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്നവരെ കല്ലെറിഞ്ഞും ചീനമുട്ടയെറിഞ്ഞും ഈ പറഞ്ഞ പോലെ തോന്നിവാസം പറഞ്ഞ് എഴുതിയിട്ടൊക്കെ ജീവിച്ച് ശീലിച്ചു പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് IM വിജയനെ പോലെ ലോകം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫുട്ബോൾ കളിക്കാരനായിട്ടുള്ള ഒരാളെ അയാളെ ബഹുമാനിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് നിന്ദിക്കുന്നത്? നിങ്ങൾ പറഞ്ഞില്ലേ ചെരുപ്പിട്, ആ ചെരുപ്പിനെ കാട്ടിയും ആടെ വെച്ചിരിക്കുന്ന നിലവിളക്കിനെ കാട്ടിയും പിന്നെ മഹത്വമുണ്ട് അയാളുടെ കാലിന്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ആളല്ല
IM വിജയനും IM വിജയന്റെ മോനും അവിടുത്തെ പരിപാടികളും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെന്താ വേണ്ടെന്ന് ചെയ്യാം, പ്രശ്നമില്ല. അവർ IM വിജയന്റെ വീടാണ്, IM വിജയന്റെ മോനാണ്, IM വിജയന്റെ മോളെ കല്യാണമാണ്, മോന്റെ ഭാര്യയാണ്. അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നീക്കും. നിങ്ങൾ കമന്റോളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഇത് മോശമായി പോയി, ഓക്കെ ഫിനിഷ്. അല്ലാതെ കറുത്ത IM വിജയൻ ചെയ്ത് താഴ്ന്ന ജാതിയിൽ പറഞ്ഞ കറുത്ത IM വിജയൻ ചെയ്ത് തെറ്റായിപ്പോയി. ഇവിടെ അതൊക്കെ നിന്റെ പാരമ്പര്യത്തിന്റെ, ഈ ഏത് വിടുന്നവന്റെ പാരമ്പര്യത്തിന്റെ കുഴപ്പമാണത്. മനസ്സിലായില്ലേ? നീ അതേ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ആൾക്കാരെ വംശീയമായി അധിക്ഷേപിക്കാനേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള വിഷയമാണത്. പുരോഗതിക്ക് വേണ്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്തുകൊണ്ടാണ് വേൾഡ് കപ്പിൽ കളിക്കാത്തത്? നമ്മുടെ സിസ്റ്റത്തിന്റെ എന്ത് മോശം പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ലോക നിലവാരത്തിൽ എത്താത്തത്? അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരുത്തരും കാണൂല. ഈ പറഞ്ഞ പോലെ ചെറിയൊരു വിഷയത്തിന്മേൽ തോന്നിവാസം എഴുതി വിടാനും ജാതിയും മതവും പിന്നെ അയാളുടെ നിറവും തടിയും പറഞ്ഞുകൊണ്ട് അധിക്ഷേപം നടത്താൻ നല്ല ക്യൂ നിൽക്കുന്നുണ്ടാവും. അടുത്ത ഞാൻ, നീ അതിനടുത്ത ഞാൻ എന്ന് പറഞ്ഞു മാതിരി. എന്തെന്നാ പറയേണ്ടത്? പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോകും. ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് തോന്നിവാസം നടന്നിട്ട് ഒരാൾ പോലും ഇതിനെതിരെ 2 വാക്ക് സംസാരിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ സമൂഹം സൈലന്റ് ആയിട്ട് ഇതൊക്കെ അങ്ങ് അനുഭവിച്ച് സഹിച്ച് സമാധാനിച്ച് പോകാന്നുള്ളത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സായി ബ്രോ സീക്രട്ട് ഏജന്റ് ഇത് വ്യക്തമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്. വളരെ കറക്റ്റാണ് അത് അദ്ദേഹം പറഞ്ഞത് കൂടി ഇതിൻ്റെ കൂടെ വെച്ചാൽ മാത്രമേ ഈ ഒരു വീഡിയോ പൂർത്തിയാകൂ. സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കുമ്പോൾ വീഡിയോയിൽ ഒരുപാട് പേര് ചെരുപ്പിട്ട് കയറിയിട്ട് IM വിജയൻ മാത്രമൊന്നുമല്ല. പിന്നെ ആ IM വിജയൻ ഈ ചെരുപ്പിട്ട് കയറിയതുമല്ല ഇവരുടെ വിഷയം. നിളവിളക്കിന്റെ മുന്നിൽ മുണ്ടുപൊക്കി നിന്ന് ഇതൊക്കെയാണ് വിഷയം. ആ വീഡിയോ പ്ലേ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിനകത്ത് IM വിജയൻ ഒരു പഴം എടുത്തിട്ട് അവിടെ നിന്ന് കുട്ടിക്ക് കൊടുക്കും. ചെറിയ കുട്ടിയുടെ സ്റ്റേജ് വരെ കുട്ടിക്ക് ആ പഴം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല ജസ്റ്റ് അല്ലേ, ഏറ്റവും നല്ല ജസ്റ്റ്. അതിന് നിങ്ങൾക്ക് അത് കാണാൻ വയ്യ. നാട്ടുകാർക്ക് ആ പഴം എടുത്ത് കൊടുത്തത് ആ മനുഷ്യൻ നിങ്ങളെ കണ്ണിലില്ല. നിങ്ങളെ കണ്ണിലെന്താ? നിലവിളക്കിന്റെ മുന്നിൽ മൂട് കാണിച്ചു, നിലവിളക്കിന്റെ മുന്നിൽ മുണ്ട് പൊക്കി ചെരുപ്പിട്ട് കയറി. സായി ബ്രോ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? അവിടെ ആ സ്റ്റേജിൽ നിന്ന് തന്നെ ഇവര് പറഞ്ഞ IM വിജയൻ ഒരു പഴം എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ആ നല്ല കാര്യമോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു സമ്മാനമായിട്ട് അത് കൊടുത്തെന്ന് ഒരുത്തനും കാണാനൊന്നുമില്ല. എല്ലാവർക്കും പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ നിലവിളക്കിനെ വേളിച്ചു, നിലവിളക്കിന്റെ മുമ്പിൽ മുണ്ടുമാടിക്കെട്ടി, അതെ, ഇതൊക്കെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്താ പറയാ, സമൂഹത്തിന്റെ അധപതനം. ഇത് അമ്പലമോ അല്ലെങ്കിൽ പള്ളിയോ അങ്ങനെ പുണ്യമായ മറ്റേ ദൈവം ഇരിക്കുന്ന സ്ഥലവുമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കല്യാണത്തിന്റെ ഒരു സാധനം. ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ ഒരു സീൻ ഉണ്ടായത് യോജിരിപ്പെടാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ കയറി വന്ന് പൂജാരി ചെരുപ്പട്ടിന്റെ കാലം ചവിട്ടിക്കുമ്പോൾ ഇന്ന് ഞാൻ അവിടെ പ്രധാനപ്പെട്ടാക്കി. മനസ്സിലായി? ഇത് ഒരുമാതിരി തോന്നലാണ് ചിലർക്ക്. ഒരു തോന്നലിന്റെ ഭാഗം. ഈ കമന്റ് ബോക്സ് നിങ്ങൾ കണ്ടോക്കെ അവന്റെ അഹങ്കാരം ഷൂട്ട് നിലവിളക്കിന് മുന്നിൽ. പിന്നെ നിലവിളക്കിന് മുന്നിൽ ഷൂട്ട് പോയി നിലവിളക്ക് ചാടിക്കറി മുത്തക്കടിക്കും. നിലവിളക്കിന്റെ മുന്നിൽ ഷൂട്ട് എന്താ പ്രശ്നം? എന്താ IM വിജയൻ നിങ്ങൾ ചെയ്തത് ശരിയാണ്. കറക്റ്റ് അല്ലേ? സായി ബ്രോ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഇത് ഈ കല്യാണം നടക്കുന്ന ഒരു സ്റ്റേജ് അത്രയേ ഉള്ളൂ. ആടെ നിങ്ങൾ നിലവിളക്ക് കത്തിച്ചാലും ശരി, DJ പാർട്ടി നടത്തിയാലും ശരി, എന്ത് തലകുത്തി പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ചില സ്ഥലങ്ങളിലെല്ലാം കാണാം വലിയ ഉസ്താദെല്ലാം വന്നിട്ട് പ്രസംഗിക്കും. ഇതാ മക്കളെ വലിയൊരു ചടങ്ങാണ് കല്യാണം, മറ്റേത് മറിച്ചേതെല്ലാം പറ്റി. ആ ഉസ്താദ് അങ്ങ് പോകുമ്പോൾ തന്നെ പിള്ളേരുണ്ടാവും പാട്ടെടുത്ത് തുള്ളി മറിയുന്നുണ്ടാവും, ഡാൻസ് കളിക്കുന്നു, DJ സോങ്ങും കാര്യങ്ങളിലും വെച്ചിട്ടുണ്ടാവും. ശരിയായ പരിപാടികൾ അവിടെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കല്യാണം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. അന്നേരം നിങ്ങൾ അവിടെ വിളക്ക് കത്തിക്കുവോ അല്ലെങ്കിൽ പിന്നെ വേറെ കരോക്കെ നടത്തുവോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുവോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അമ്പലം പള്ളി കാര്യങ്ങളൊക്കെ വേറെ, അവിടെ നിങ്ങൾ ബഹുമാനവും കാര്യങ്ങളൊക്കെ നടത്തിക്കോ. അമ്പലത്തിലേക്ക് പള്ളിയിലേക്ക് ഷൂട്ട് കയറി കഴിച്ചു വെച്ചിട്ട് ഷൂട്ട് കയറുമ്പോൾ പല രീതിയിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അത് വേറെ വിഷയം. ഇത് അയാളുടെ മോൻ്റെ കല്യാണത്തിന് അയാൾ ഇഷ്ടത്തിന് ചെയ്യാനല്ല. നിങ്ങൾ നാട്ടുകാർ കുറച്ച് അലവരാജികളുടെ ഇഷ്ടത്തിനാണോ അയാൾ പെരുമാറേണ്ടത്? എന്തുവാണേ പറയുന്നത്? മനസ്സിലാവും അഹങ്കാരം. ഇത്തിരി കൂടി കുഞ്ഞിലെങ്കിൽ കറുത്ത മുത്ത് കാണാമായിരുന്നു. പ്രശാന്തിന് കറുത്ത മുത്തിന് കാണാനുള്ള ആഗ്രഹം
അത്രേ ഉള്ളൂ. അധികം സംസാരവും ഡെക്കറേഷനൊന്നും വേണ്ട. സായി പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്താണ് ഈ കത്തിച്ചു വെച്ച വിളക്കിന്റെയും ഈ കത്തിച്ചു വെച്ച ഈ സാധനത്തിന്റെ മുന്നിൽ നിന്നല്ലേ ഈ കണ്ട തോന്നിവാസങ്ങളൊക്കെ നടന്നത്. അവിടുന്ന് സ്വർണം കട്ടതും പൈസ കട്ടിച്ച് വേറൊരു സ്ഥലത്ത് നിന്ന് കണ്ടുപോയതും ഇതൊക്കെ എവിടുന്നാ നടത്തിയത്? അപ്പൊ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് കളവ് നടത്താം. ദൈവത്തിന്റെ മുന്നിൽ ഒന്ന് ചെരുപ്പിട്ട് പോയാലാണ് ഇവർക്കൊക്കെ ഭയങ്കര കൊള്ളുന്നത്. ഈ പ്രഹസനം ഉണ്ടല്ലോ, പ്രഹസനം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര വിശ്വാസിയാണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രഹസനം, അത് പ്രത്യേകിച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിലെങ്കിലും അത് ഒഴിവാക്കും. നാട്ടുകാരെ പറ്റിച്ചോ കുടുംബക്കാരെ പറ്റിച്ചോ നിങ്ങളെ തന്നെ പറ്റിച്ചോ പ്രശ്നമില്ല. പക്ഷേ പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിൽ ചെയ്യുന്നത് പോലെ ദൈവത്തിന് മുമ്പിൽ പ്രഹസനം കാണിച്ചിട്ട് നിങ്ങൾ മാത്രം മറ്റേ A1SKC ഇവനല്ലേ നെയ്യ് അല്ലെങ്കിൽ അപ്പെക്സ് അൾട്ടിമ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ മാത്രം ഏറ്റവും മുന്തിയ സാധനം, ബാക്കിയുള്ള ആൾക്കാർ കറുത്താളും ഈ പറഞ്ഞ താഴ്ന്ന ജാതിയിലെ ആളെല്ലാം അടിച്ചു പുറത്താക്കപ്പെടേണ്ടവർ എന്നുള്ള രീതിയിലുള്ള ആ മെന്റാലിറ്റി മാറ്റാനൊന്നും പറ്റില്ല. നിങ്ങൾ ആ മെന്റാലിറ്റിയോ നിങ്ങളുടെ മനസ്സിനെയോ മാറ്റാനൊന്നും നമ്മൾ ആൾക്കാരല്ല. പക്ഷെ ആ മെന്റാലിറ്റി മനസ്സിൽ ആ വെറുപ്പ് വെച്ചുകൊണ്ട് ദയവേത് സമൂഹ മാധ്യമങ്ങളിലെങ്കിലും കാഷ്ടം പോലെ കാക്ക പ്രതിമകളിൽ തൂറി വെക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് മാന്യന്മാരായിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്ത് തന്നെ കായിക രംഗത്തിനും പൊതുരംഗത്തിനും മുതൽക്കൂട്ടായിട്ടുള്ള IM വിജയനെ പോലെയുള്ള പ്രതിഭകളെ നിങ്ങൾ മറ്റേ മാലയിട്ട് ആരാധിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ ചളിവാരി എറിയുന്നത് ദയവ് ചെയ്തുകൊണ്ട് നിർത്താനുള്ള നല്ല മനസ്സ് പറഞ്ഞിട്ടുള്ള അമ്മാവന്മാരും അമ്മായിമാരും കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.